ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സ്വർണം കെട്ടവനാരപ്പ പാട്ടും പാടി അധികാരത്തിലേറിയ സർക്കാരാണ്. തെരഞ്ഞെടുപ്പിലാകെ സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി വോട്ട് വാങ്ങി ജയിച്ച സർക്കാരാണ്. എന്നിട്ടിപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ താൻ ഇടപെടില്ല എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞൊഴിയുന്നു. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്ന് മുൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറയുന്നു. പ്രതികളെ രക്ഷിക്കാനെന്ന് മുൻ നിയമമന്ത്രി പി രാജീവ് പറയുന്നു. ക്ഷേത്രകാര്യങ്ങളിൽ വിദഗ്ധനായ അഡ്വക്കേറ്റ് കെ ബി പ്രദീപിനെ ഹൈക്കോടതി തന്നെ വിവിധ കേസുകളിൽ കമ്മീഷണറാക്കിയെന്നതാണ് ഭരണപക്ഷത്തിന്റെ ന്യായീകരണം. എന്തിന്? ശബരിമല മേൽശാന്തി കേസിൽ അമിക്കസ് ക്യൂറി കൂടിയായിരുന്നു അഡ്വക്കേറ്റ് കെ ബി പ്രദീപ്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായി മാധ്യമങ്ങളിൽ തന്നെ ന്യായീകരണം ചമച്ചൊരു അഭിഭാഷകൻ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറാകുന്നതിൽ ഔചിത്യ പ്രശ്നം തോന്നുന്നില്ലേ ഈ സർക്കാരിന്? അഡ്വക്കേറ്റ് കെ ബി പ്രദീപിനുള്ള സ്പെഷ്യൽ യോഗ്യത എന്താകും? പ്ലീഡർ പ്ലാൻ എന്ത് എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും ശ്രീ രാജു പി നായർ, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ടി കെ രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ രാജു പി നായർ, ഈ നിയമനത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള ന്യായീകരണം? ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്മൃതിയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ശ്രീ ബി പ്രദീപ് ഈ ഏത് കേസിലാണ് നിങ്ങൾ ആരോപിക്കപ്പെടുന്ന പോലെ അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് വ്യക്തമാക്കാമോ? പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവതാരക എന്ന രീതിയിൽ അങ്ങ് പറയുമ്പോൾ നിഷ്പക്ഷമാണെന്ന് മനസ്സിലാവുമല്ലോ. ശ്രീ രാജു പി നായർ, പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. അപ്പിയർ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, മാധ്യമങ്ങളിൽ അദ്ദേഹം ഈ പ്രതിഭാഗത്തിന് വേണ്ടി വിശദീകരണവുമായി രംഗത്ത് വന്നതിന്റെ ആ ബൈറ്റാണ് അങ്ങ് ആദ്യം. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണക്കൊള്ള കേസ് എന്നല്ല, ഏത് കേസാണ് സ്വർണ്ണക്കൊള്ള? ഏത് മനസ്സിലായി? ഏത് കേസാണ്? ഏത് കേസ് അങ്ങ് വ്യക്തം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അല്ല, ഏത് കേസാണെന്ന് അങ്ങ് വ്യക്തം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കടത്തിന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് എന്നാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസിലെ അഭിഭാഷകനാണോ? നോക്കൂ, സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നോ അല്ലയോ? അങ്ങ് അതിന് മറുപടി അല്ല സ്മൃതി, ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. വളരെ ടെക്നിക്കലാണ്. ഞാൻ പറയാം, അങ്ങ് ടെക്നിക്കലായിട്ടാണ് അങ്ങ് മറുപടി പറയാൻ പോകുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നോ അല്ലയോ? ഏത് കേസിൽ? സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ പരാതിയിൽ ഹൈക്കോടതി എടുത്ത കേസിൽ. ശരി, അപ്പൊ സ്പെഷ്യൽ കമ്മീഷണർ ഈ ഇതിനു വേണ്ടിയിട്ട് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം എടുത്ത കേസിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹാജരായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ശരി, ആ കേസ് തീർന്നില്ലേ ഹൈക്കോടതിയുടെ മുമ്പിൽ? ആ കേസ് തീർന്നില്ലേ? ഇപ്പോ സ്വർണ്ണക്കള്ള കേസ് നടക്കുന്നത് എവിടെയാ? സ്വർണ്ണക്കൊള്ള കേസ് നടക്കുന്നത് ഹൈക്കോടതി നിയോഗിച്ച SIT, അത് വേറൊരു റിട്ട് ഹർജി സ്വമേധയാ എടുത്തതാണ്. ആ കേസിൽ SIT തീരുമാനിച്ച് SITയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൊല്ലത്താണ് കേസ് നടക്കുന്നത്, അല്ലേ? കൊല്ലത്ത് ട്രയൽ കോർട്ടിലാണ്. ആ കേസിൽ ഈ പറയുന്ന ബി പ്രദീപ് കക്ഷിയാണോ? അല്ല. ആരാണ് ആ കേസ് നടത്തുന്നത്? ആ കേസ് നടത്തുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ ആരാ? സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാരാണ് അവിടെ ആ കേസിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ശ്രീ KN ബാലഗോപാലും ഇപ്പോൾ ആരുടെയൊക്കെയാണെന്ന് കാണിച്ചത് എനിക്ക് അറിയില്ല, ശ്രീ VN വാസവൻ്റെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസ് പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ ആൾ എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ, പച്ചക്കള്ളമല്ലേ? സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് നടക്കുന്ന കേസ്, കൊല്ലത്ത് നടക്കുന്ന കേസിൽ ഈ കേസ് നടത്തുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് അവിടെ അപ്പിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലീഡർമാരാണ്. അവിടെ ഈ ബി പ്രദീപ് അതിനകത്തുണ്ടോ? ഇദ്ദേഹം ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലീഡർ ആയിക്കഴിഞ്ഞാൽ ഈ കേസിനകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല. ഒരാളുടെ അഭിഭാഷക വൃത്തിയിൽ പല കേസുകൾ കൈകാര്യം ചെയ്യും. അത്തരത്തിൽ പല കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്ക് അയാളുടെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ നോക്കുന്നത് അയാൾ ഏതൊക്കെ കേസിൽ ഹാജരായി എന്നുള്ളത് കൊണ്ടാണോ? ഒരൊറ്റ കേസിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി അദ്ദേഹം വക്കാലത്തെടുത്തു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയുടെ ഭാഗമായോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ബഹുമാനായ എൻ്റെ സുഹൃത്താണ് ശ്രീ അരുൺകുമാർ,
അരുൺകുമാർ ഒരുപക്ഷെ കൊലപാതക കേസ് വാദിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ കൊലപാതകിയാവുമോ? ഒരു വക്കീല് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം പലതരത്തിലുള്ള കേസുകളിൽ അദ്ദേഹം അപ്പിയർ ചെയ്യിക്കും. ശ്രീ ബി പ്രദീപിൻ്റെ പൊതുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച പല കേസുകളിലും അദ്ദേഹം അമിക്കസ് ക്യൂറിയോ അല്ലെങ്കിൽ അഭിഭാഷക കമ്മീഷണറോ ആയിരുന്നു. കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നതിൽ സ്പെഷ്യൽ ഓഫീസർ ഈ പ്രദീപാണ്. 13 വർഷമായിട്ട്. ആദ്യത്തെ 2 വർഷം പുതുക്കി അപ്പോയിന്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇനിയൊരു വിധി ഉണ്ടാകുന്നതുവരെ അദ്ദേഹം തന്നെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഭംഗിയായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശബരിമല മേൽശാന്തിയെ നിയമിക്കുന്ന കേസിൽ ആ കേസിൽ അമിക്കസ് ക്യൂറിയായിരുന്നു. മാത്രമല്ല പാറ്റൂര് കേസ് നമുക്കറിയാമല്ലോ, പാറ്റൂർ കൈയെഴുതുക, അതിന് സ്പെഷ്യൽ കമ്മീഷണറായിട്ട് നിയോഗിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അളവ് ഉൾപ്പെടെയുള്ള മുഴുവൻ ചെയ്തത് ഇദ്ദേഹമാണ് ഹൈക്കോടതിയിൽ. നമ്മുടെ തിരുവല്ല ഈസ്റ്റ് സഹകരണ തെരഞ്ഞെടുപ്പിൽ നടന്ന അക്രമങ്ങളുണ്ട്. അതിനകത്ത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്നത് ഈ ശ്രീ ബി പ്രദീപാണ്. അപ്പം നിരന്തരമായിട്ട് ബി പ്രദീപിൻ്റെ വിശ്വാസ്യത കൊണ്ട് ഹൈക്കോടതി ഏറ്റവും പ്രധാനപ്പെട്ട പല കേസുകളിലും ഹൈക്കോടതിയുടെ സുഹൃത്തായിട്ട്, അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത് അതാണല്ലോ, ഹൈക്കോടതിയുടെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് വസ്തുതാപരമായ അന്വേഷണത്തിന് വിശ്വാസമുള്ള ഒരു വക്കീലായിട്ട് നിയോഗിച്ച ആളെ അദ്ദേഹത്തിൻ്റെ 90 മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ അഭിഭാഷക വൃത്തിയിൽ ഒരു ഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു കേസിൽ, തീർന്നുപോയ കേസിൽ വക്കാലത്തെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ന് കേരളത്തിലെ CPM നേതാക്കന്മാർ മുഴുവൻ പച്ചക്കള്ളവും അപവാദവും പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സ്വർണ്ണക്കൊള്ള കേസ് എന്താണെന്നുള്ളതും ആ സ്വർണ്ണക്കൊള്ള കേസിൽ CPM നടത്തിയിരിക്കുന്ന തിരുമറികൾ എന്താണെന്നുള്ളതും ഇപ്പോൾ വീണ്ടും വിചാരം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ CPM മുൻ MLA ഉൾപ്പെടെയായിരുന്നല്ലോ ജയിലിൽ. ഇപ്പം പറഞ്ഞല്ലോ നടപടി എടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ്റാണ്. ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തിടത്ത് അദ്ദേഹം പലതവണ കോടതിയുടെ വിശ്വസ്തനാണ് എന്ന് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാജു പി നായർ ഒരു വിശ്വസ്തനായ ആളല്ല എന്ന് ശ്രീ രാജു പി നായർ എന്റെ ചോദ്യത്തിൽ ഈ പറയുന്ന ഈ അഭിഭാഷക വൃത്തിയിലെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല. അദ്ദേഹം പ്രഗത്ഭനായിരിക്കാം. കേസുകൾ വാദിക്കുമ്പോൾ ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസ് വ്യത്യസ്തമായ കേസുകൾ അല്ല, ഞാൻ പറയട്ടെ, കേസുകൾ വാദിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അഭിഭാഷകർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെ ഈ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അങ്ങ് പറഞ്ഞ പോലെ ഞാനും വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷേത്രകാര്യങ്ങളിൽ ഒരു വിദഗ്ധനാണ്, ഞാൻ യോജിക്കുന്നു. ഇതൊക്കെ ശരി തന്നെ. അങ്ങ് ഇപ്പോൾ പറയുന്ന നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇദ്ദേഹം അഭിഭാഷകനാണോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ അത് സാങ്കേതികത്വമാണ്. ഞാൻ പറഞ്ഞത് ഔചിത്യത്തെക്കുറിച്ചാണ്. സാങ്കേതികമായി അങ്ങ് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്, ഞാൻ യോജിക്കുന്നു ശ്രീ രാജു പി നായർ. ഒരു ഔചിത്യ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു അഭിഭാഷകനായി കോടതിയിൽ ഹാജരാകുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് എന്ന് അങ്ങ് പറയുന്ന പോലെ ആദ്യ കേസിൽ അഭിഭാഷകനായി ഹാജരാകുക മാത്രമല്ല ചെയ്തിട്ടുള്ള മാധ്യമങ്ങളിൽ ഈ കാര്യത്തിൽ ന്യായീകരണ പ്രതികരണം നടത്തിയ ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ അതിനൊരു ഇപ്പോൾ കാലം കണക്കിലെടുക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അധിക വർഷമായിട്ടില്ലല്ലോ. ഇത് ഏത് കാലത്താണ്? 2019 കേസ് മുതൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയാണല്ലോ ഇത് പൂർണ്ണമായും ഹൈക്കോടതി മുൻകൈ എടുക്കുന്ന കേസായി പിന്നീട് മാറിയത്. രണ്ടാം ഘട്ടം തുടങ്ങുന്നത് അധികം കാലമായിട്ടില്ലല്ലോ. അപ്പോൾ അത് സാങ്കേതികമായി നിൽക്കും. ഞാൻ ചോദിക്കുന്ന ഔചിത്യം അതിൽ എത്രത്തോളമുണ്ട്? സർക്കാർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നത്. അപ്പോൾ ആ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനായി ഞാൻ CPM പറയുന്ന വാദങ്ങളൊന്നും എടുക്കുന്നില്ല, ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഔചിത്യ പ്രശ്നം അങ്ങേക്ക് തോന്നുന്നില്ലേ? അല്ലെ സ്മൃതി, അതാണ് ഞാൻ ചോദിച്ചത്. ഹൈക്കോടതിയുടെ മുന്നിൽ വന്നൊരു കേസിൽ ആ കേസ് എന്തായിരുന്നു? സ്പെഷ്യൽ കമ്മീഷൻ അവിടെ നിന്ന് ഇത് സംബന്ധിച്ച് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസാണ്. അതിനകത്ത് അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെന്നുള്ള ശരിയാണ്. പ്രമാദമായിട്ടുള്ള കേസുകൾ, വലിയ പ്രധാനപ്പെട്ട കേസുകളിൽ പത്രമാധ്യമങ്ങൾ അവരുടെ ആ വക്കീലന്മാരുടെ റെസ്പോൺസ് എടുക്കുമ്പോൾ അവർ പറയും, ഇപ്പം എത്രയോ കേസ്, ദിലീപിൻ്റെ കേസ്, അതുപോലെ എത്രയോ പ്രമാദമായിട്ടുള്ള കേസുകളിൽ ആ കേസിൻ്റെ വാദം കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് അഭിപ്രായം ചോദിക്കും. ആ വക്കീലിന് സ്വാഭാവികമായിട്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ദിലീപിൻ്റെയോ വക്കീലായിട്ട് വരുന്ന ഒരാൾക്ക് അയാൾ റെസ്പോൺസ് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ ഇതല്ലേ പറയാൻ പറ്റുള്ളൂ, ഭാഷ്യമല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അതൊക്കെ എടുത്തുകൊണ്ട് ഈ ഒരു വിവാദമാക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ അദ്ദേഹം ശബരിമലയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ലീഡർ അല്ല.
അദ്ദേഹം ദേവസ്വത്തിൻ്റെയാണ്. കേരളത്തിൽ മുഴുവൻ ഉള്ള ക്ഷേത്രങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കേസുകളിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നതാണ്. അദ്ദേഹത്തിന് ക്ഷേത്രകാര്യങ്ങൾ ഇടപെട്ടുള്ള വലിയ പരിചയമുണ്ടെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ബയോഡാറ്റ ഞാനിവിടെ വായിക്കാം. എത്രയോ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം കോടതിക്ക് വേണ്ടിയിട്ട് കോടതിയുടെ വിശ്വസ്തനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റക്കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരു വക്കീല് ഒരു മോഷണ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായാൽ ആ വക്കീല് മോഷണ കള്ളനാണെന്ന് പറയാൻ പറ്റുമോ? അയാളുടെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ അത് വെച്ച് പറയാൻ പറ്റുമോ? വക്കീലന്മാർക്ക് അവരവരുടേതായ കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് കേസ് എടുക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. മുഴുവൻ വക്കീലന്മാരെയും എടുക്ക്. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ ഈ പ്ലീഡർമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയ താല്പര്യമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായ കാര്യമാണ്. ഇടതുകാലത്ത് ഇടതിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഗവൺമെന്റ് പ്ലീഡർമാരായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ അഭിഭാഷകന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി എന്നുള്ളതാണല്ലോ. പക്ഷേ ഇത് ഇന്ന് മുൻ ദേവസ്വം മന്ത്രി പറയുന്ന ഒരു കാര്യം, വി എൻ വാസവൻ പറഞ്ഞ കാര്യം, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ളതാണ്. എന്തുദ്ദിഷ്ട കാര്യമാണെന്ന് മനസ്സിലായില്ല, അതുകൂടി അങ്ങ് വിശദീകരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാജു പി പറഞ്ഞിരിക്കുന്ന വാദങ്ങളോട് എന്താണ് CPM-ന് പറയാനുള്ളത്? ആദ്യം ശ്രീ രാജു പി നായർ പറഞ്ഞ വാദത്തോട് തന്നെ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു അഭിഭാഷകൻ കൊലക്കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുകയോ മോഷണക്കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുകയോ ചെയ്താൽ അയാളെ മോഷ്ടാവായിട്ടോ അയാളെ കൊലയാളിയായിട്ടോ കാണുമോ എന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ അതിലെ പ്രോസിക്യൂട്ടറായിട്ട് മാറില്ല. അതായത് തൻ്റെ പ്രതിയെ രക്ഷിക്കണം, എൻ്റെ പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു വാദിക്കുന്ന ആ അഭിഭാഷകൻ തന്നെ ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കണം എന്നു പറഞ്ഞ് ഗവൺമെന്റിന് വേണ്ടി പ്രോസിക്യൂഷൻ നടത്തുന്ന ഒരു വക്കീലായിട്ട് മാറാൻ പാടില്ല. അതിനൊരു എത്തിക്സ് ഉണ്ട്. ഒരു വക്കാലത്ത് ഒപ്പിടുമ്പോൾ തന്നെ ആ വക്കാലത്ത് ഒപ്പിടുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അഡ്വക്കസിയുടെ ഭാഗമായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. ആ പ്രതിക്ക് വേണ്ടി നിലനിൽക്കൊള്ളുന്ന ആൾ തന്നെ അപ്പുറത്ത് വാദിയായി മാറുക, വാദിക്ക് വേണ്ടി നിന്നിട്ട് പ്രതിക്കെതിരെ നീങ്ങുന്ന സാഹചര്യം, ഇത് രണ്ടും രണ്ടാണ്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് അദ്ദേഹം ഉപമയായി പറഞ്ഞ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. ഈ അവസരത്തിൽ യോജിച്ച കാര്യമല്ല. ഇവിടെ ആങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും കേസിൽ ഹാജരായ അഭിഭാഷകൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസ് ഒരിക്കലും പഴകിയ സ്വർണം എടുക്കാറില്ല, ഒരിക്കൽ സ്വർണം പൂശിയ ചെമ്പ് എടുക്കാറില്ല, പൂശിയത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, പുതിയ സ്വർണം മാത്രമേ എടുക്കാറുള്ളൂ എന്ന് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചാനൽ ചർച്ചകളിൽ അടക്കം വന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ന്യായീകരിക്കുകയും സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല, ഒരു തരത്തിൽ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചതാണ്. പിന്നീട് പുതിയ സ്വർണ്ണം അല്ല എടുത്ത്, പൂശിയ സ്വർണ്ണമൊക്കെ എടുത്തു, ശബരിമലയിലെ തന്നെ സ്വർണ്ണം എടുത്തു, അതിൽ നിന്ന് സ്വർണം ഊറ്റിയെടുത്തിട്ട് വ്യാജ സ്വർണ്ണമാണ് കൊടുത്തത്, യഥാർത്ഥ സ്വർണം കൊടുത്തില്ല എന്ന രൂപത്തിൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ജയിൽവാസം അനുഭവിച്ച് ദീർഘകാലം ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇദ്ദേഹം തന്നെയാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയ 3 അംഗ സംഘം പോറ്റിക്കൊപ്പം പോയി അവിടെ അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ, അതുപോലെ ആന്റണി അടക്കം നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയിലടക്കം നിന്ന ആ ഭണ്ഡാരിക്ക് വേണ്ടി ആണല്ലോ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദം പറഞ്ഞ ചാനൽ ചർച്ചകളിൽ വന്ന അഭിഭാഷകനാണ്. ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിക്ക് ഹാജരായി എന്ന് വെച്ച് ഗവൺമെന്റ് പ്ലീഡർമാരായി മാറാൻ പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി മാറാൻ പാടില്ല എന്നില്ല. അദ്ദേഹത്തിന്റെ വക്കാലത്ത് ഒഴിഞ്ഞ് ഗവൺമെന്റ് പ്ലീഡർ ആകാം. പക്ഷേ ഇത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഫോർ ദേവസ്വമാണ്. ദേവസ്വത്തിന് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഇല്ല. അതുപോലെ തന്നെ ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡറും ദേവസ്വത്തിന് ഇല്ല. ദേവസ്വം കേസ് കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിൽ ആരാണോ സാധാരണ സർക്കാർ അഭിഭാഷകനായിട്ട് വരുന്നത്, അദ്ദേഹം സ്പെഷ്യലും അല്ല സീനിയറും അല്ല, സാധാ ഗവൺമെന്റ് പ്ലീഡർ ആണെങ്കിൽ പോലും ആ കേസ് എടുക്കുമ്പോൾ ഹാജരാവും. പക്ഷേ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഫോർ ദേവസ്വം എന്ന ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കേസ്, ആ കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ ഇപ്പൊ പറയുന്നത് ആ കേസ് തീർന്നു. ഇല്ല, സ്പെഷ്യൽ ബെഞ്ചിന്റെ മുന്നിൽ ഏത് സമയത്തും പരിഗണനാ വിഷയമാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെയാണ് പരിഗണിക്കുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ മോണിറ്ററിംഗിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ഇനി അതിന്റെ വിചാരണ നടക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ഇതേ മോണിറ്ററിംഗിലാണ്. അതേ കോടതിയിൽ തന്നെ വാദിക്ക് വേണ്ടി, ദേവസ്വത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനായിട്ട് മാറുന്നതിൽ വലിയൊരു ധാർമ്മിക പ്രശ്നമുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഏതായാലും സ്പെഷ്യലായി ദേവസ്വത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിച്ചില്ല എന്ന് കോൺഗ്രസിന് കേസില്ല.
കോൺഗ്രസിന് അത്തരത്തിലൊരു അവകാശവാദവുമില്ല. അതോടൊപ്പം തന്നെ ഇത് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ തന്നെ ഇപ്പോൾ വാദിക്ക് വേണ്ടി ദേവസ്വത്തിന് വേണ്ടി അഭിഭാഷകനാക്കി എന്നതിലും അവർക്ക് തർക്കമില്ല. ആകെ പറഞ്ഞത് സ്വർണ്ണക്കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ സർക്കാർ അഭിഭാഷകനാക്കിയത് പ്രതികളുടെ ദൗർബല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ദൗർബല്യം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ഡിഫൻസ് ആണ് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യമെല്ലാം വ്യക്തമാണ്. എന്തിനെയാണോ ഇവർ എതിർത്തുകൊണ്ടിരുന്നത്, എന്തിനെയാണോ ഇവർ നുണപ്രചരണം നടത്തിയത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചത്, അത് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നു. നമ്മൾ കണ്ടു, ഇത് ഹണിമൂൺ കാലത്ത് തന്നെ അളിയനെ കൂട്ടി പോയതും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അഡ്വക്കേറ്റ് അരുൺകുമാർ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുമ്പോൾ കേസ് ഇപ്പോൾ 2019 അന്വേഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിൽ ഇപ്പോൾ അതിനു മുന്നത്തെ UDF സർക്കാർ ഒന്നും പ്രതികളായിട്ടില്ല. 2019 മുതലുള്ള കാര്യമാണ് നിലവിൽ അന്വേഷിക്കുന്നത്. നിലവിൽ എന്ന് ഞാൻ എടുത്തു പറയുന്നു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് CPM-മായി ബന്ധപ്പെട്ടവരാണല്ലോ. അതിലാണല്ലോ ഇപ്പോൾ CPM തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അത് നിങ്ങളെ ബാധിച്ചു എന്ന് നിങ്ങളുടെ അവലോകന റിപ്പോർട്ടിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഈ ഉദ്ദിഷ്ട കാര്യം? അല്ല, 2019 മുതലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് താങ്കൾക്ക് എങ്ങനെയാ മനസ്സിലായേ? പല ഘട്ടത്തിലും ഏകദേശം ഒരു 15ഓളം ഘട്ടത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യം, അത് 2003 മുതൽ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും കുറ്റപത്രം എന്റെയോ താങ്കളുടെയോ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് SIT പരിഗണിച്ചത്, ഏതൊക്കെയാണ് പരിഗണനാ വിഷയമെന്ന് നമുക്ക് മീഡിയ ട്രയലിന്റെ ഭാഗമായിട്ട് പരിശോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു ഗൗരവമായ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ, അതിനുവേണ്ടി ചാനലുകളിൽ വന്ന് വാദിച്ച അതേ ആൾ തന്നെ വാദിക്കയുടെ അഭിഭാഷകനായിട്ട് വരുന്നതിലെ ഗൗരവമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ അരുൺകുമാർ, നമുക്ക് ഈ കേസിൽ അറസ്റ്റിലായവരും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയവരും ഒക്കെ പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് അതിന്മേൽ നടപടി എടുക്കാൻ പോകുന്നേയുള്ളൂ. അതിനിപ്പോൾ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ പത്മകുമാറിന്റെ കാര്യത്തിൽ അവസാനം വന്നിരിക്കുന്ന തീരുമാനം. അതാണ് ഇവിടെ നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഈ കൊടിമര വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അത് തൽക്കാലം ഹൈക്കോടതി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. ഇപ്പോൾ കാര്യങ്ങൾ വസ്തുതാപരമായി പറഞ്ഞു പോകുമ്പോൾ ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ അഭിഭാഷകർ എങ്ങനെ കേസ് എടുക്കണമെന്നതിൽ ചില എത്തിക്സ് ഉണ്ട്. നേരത്തെ എടുത്ത കേസിന് നേർ വിപരീതമായി ഒരു കേസ് എടുക്കുമ്പോൾ അത് ചെയ്യാമോ എന്ന് അഭിഭാഷകർ ആലോചിക്കും എന്നുള്ളൊരു കാര്യമാണ് അഡ്വക്കേറ്റ് കൂടിയായ ശ്രീ അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡർ എന്നൊരു പുതിയ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് പ്രദീപിനെ കൊണ്ടുവരുമ്പോൾ അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ നേരത്തെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചു എന്നത് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരണം കൂടി നടത്തിയിട്ടുള്ള അഭിഭാഷകരാണ്. അദ്ദേഹം നേരെ തിരിച്ചിപ്പോൾ വാദിഭാഗമാകുമോ? അങ്ങനെ ആകുമ്പോൾ അത് സംശയിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആ കേസിൽ അദ്ദേഹം ഇതുവരെ ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടില്ല. ഗവൺമെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം കേസുകൾ നോക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസ് പെൻഡിങ് ആണ്. അത് ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് വരാറുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് നോക്കാറുണ്ട്. പല ഓർഡേഴ്സ് അതിൽ പാസ്സാക്കുന്നുണ്ട്. ഇനിയും പാസ്സായിക്കൊണ്ടിരിക്കും. ദേവസ്വം ബെഞ്ചിലാണെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ ഹാജരായിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ടൈയിങ് ദി മറ്റേ ബുൾ ബിഫോർ ദി കാർട്ട്, ആ ഒരു രീതിയിലേക്ക്, കാർട്ട് ബിഫോർ ദി ബുൾ എന്ന് പറയില്ലേ, അത് ആവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സാധനം, ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഒന്നാമത്തെ കാര്യം. ഒറ്റ കാര്യം കൂടി ശ്രീ മാരാർ, ഇപ്പോൾ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഈ കേസിൽ ഞാൻ പറഞ്ഞത് ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇതുവരെ ഹാജരായിട്ടില്ലല്ലോ. ഡിഫെൻഡ് ചെയ്ത് ഹാജരാവുന്ന സമയത്ത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അത് അദ്ദേഹം നോക്കുകയും ചെയ്യും. ഹി മേ നോട്ട് അപ്പിയർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അപ്പിയർ ചെയ്യേണ്ട സാധ്യതകൾ, പ്രദീപ് സാറിനെ ഞാൻ ഇത്ര വർഷമായിട്ട് കാണുന്നതാണ്. വി ഹാവ് സീൻ ഹിം. അരുൺകുമാർ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് ഹി ഈസ് കൺസ്ട്രെയിൻ ടു സേ ദിസ്. ഹി മേ നോട്ട് അപ്പിയർ ഇൻ ദാറ്റ് കേസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് അപ്പിയർ. പിന്നെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് നമ്മൾ പലരെയും പല രീതിയിലൊക്കെ എന്താ പറയാ ഡിഫെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഡസന്റ് വർക്ക് ഔട്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ മിനിസ്ട്രിയിലെ AG-നെ കണ്ടിരുന്നല്ലോ. AG വാസ് അപ്പിയറിംഗ് ഫോർ TP മർഡർ കേസിലെ അക്യൂസിന് വേണ്ടി അപ്പിയർ ചെയ്തില്ലേ? അദ്ദേഹം എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു. ഗോപാലകൃഷ്ണ സാർ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ. ആ TP മർഡർ കേസ് ഇവിടെ കൺസിഡർ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു AG. പ്രോസിക്യൂഷൻ പലതും നടത്തിയവർ DGP ഒക്കെ ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ലല്ലോ. ആ കേസ് നന്നായിട്ട് നടന്നു. അതിനില്ലാത്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സ് ഇവിടെ കേസ് നടത്തി അത് ശിക്ഷയിലേക്ക് എത്തുകയും ചെയ്തു.
അക്വിറ്റ് ചെയ്തവരെ പോലും ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പൊ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്, ദാറ്റ് വുഡ് ഓൺലി ബി ആ സമയത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഉന്നയിക്കേണ്ട കാര്യമാണ്. അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, എന്തുകൊണ്ട് സ്പെഷ്യൽ ദേവസ്വം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ദേവസ്വം വന്നു എന്നുള്ളത്. ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ടു. പല രീതികളിലും അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു വകുപ്പുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞ 10 വർഷത്തിലെ ഭരണവും അതിനു മുമ്പുള്ള ഭരണം. ഞാൻ ഇവരെ തീർത്തും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പല പ്രോപ്പർട്ടീസും പല രീതിയിലും മിസ്സായി പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് പോർട്ട്ഫോളിയോ ആയിട്ടാണ് ഇന്നത്തെ കോൺഗ്രസ് മിനിസ്ട്രി അത് കാണുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 2 അപ്പോയിന്റ്മെന്റ്സിലാണ് വളരെ സീനിയർ ആയിട്ടുള്ളവർ വന്നത്. 1986 ശാന്തമ്മ വക്കീൽ വന്നിട്ടുണ്ട്, സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ, SC/ST ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ. ഈ 1990 എൻറോൾമെന്റിലുള്ള KB പ്രദീപ്, ഹീസ് എ വെരി സീനിയർ അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന്റെ കഴിവിലൊന്നും ആർക്കും തർക്കമില്ലാത്തതുകൊണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഐ ഡു നോട്ട് വോണ്ട് ടു ബ്ലോ ഹിസ് ട്രംപറ്റ് ഹിയർ. ഹീസ് എ ഫണ്ടമെന്റലി ഹീസ് എ വെരി ഗുഡ് ലോയർ. ഹീസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ സർട്ടൻ തിങ്സ്. അദ്ദേഹത്തിന്റെ ഒരു വിവരവും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസും വേണം എന്നുള്ളത് ഇവര് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്തത്. ഇനി അരുൺ തന്നെ പറയുന്നു ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. ടെക്നിക്കലി അങ്ങനെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന ബെഞ്ചിൽ സ്ഥിരമായിട്ട് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്ന് നോക്കിക്കോളൂ. ഇവരുടെ മിനിസ്ട്രിയിൽ രാജ്മോഹൻ സാറാണ് അപ്പിയർ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് സ്ഥിരമായിട്ട് ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊന്നും തർക്കമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പോർട്ട്ഫോളിയോ കൊടുത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ഹിസ് എക്സ്പെർട്ടൈസ് ഇൻ എ ഡിഫറെന്റ് സെനാറിയോ ഓൾ ടുഗെദർ. ഈ ഒറ്റ കേസിലല്ല അദ്ദേഹം അപ്പിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദർ ആർ ന്യൂമറസ് പ്രോപ്പർട്ടീസ് ബിലോങ്ങിങ് ടു ദി ദേവസ്വം. അതെല്ലായിടത്തും നോക്കേണ്ട പല പല കാരണങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് പല കേസുകളിലും പെറ്റീഷൻ, ഇപ്പൊ നമ്മൾ ഈ ഒറ്റ കേസ് മാത്രം നോക്കണ്ട, പല ദേവസ്വത്തിനെതിരെയുള്ള പല കേസുകളിലും അദ്ദേഹം പെറ്റീഷണറിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ അപ്പിയർ ചെയ്യുന്ന വക്കാലത്തുകളെല്ലാം റിലിംഗ്വിഷ് ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ടോട്ടലി വളരെ കുറഞ്ഞ പൈസയിലാണ് അത് അപ്പിയർ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പൊ ഉണ്ടാക്കുന്ന ഇൻകം ടാക്സ്, അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ കുറച്ചായിട്ടുള്ള. പക്ഷേ ഹീസ് ഡൂയിങ് എ സർവീസ് ഈസ് വാട്ട് ഐ കൺസിഡർ. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സേവനം കോൺഗ്രസ് ഗവൺമെന്റിന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റിന് കിട്ടുന്നു എന്നുള്ളത് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ഇനി ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ അദ്ദേഹം ആ കേസിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ he had a duty to defend his client. അത് അന്ന് വന്നപ്പോഴത്തേക്കും he defended his client. He had something to say. Probably that is right, probably that is wrong. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് എന്താണെന്നുണ്ടെങ്കിലും അത് കോടതി ഡിറ്റർമിൻ ചെയ്യണം. അന്നത്തെ സമയം അദ്ദേഹത്തിന് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി വന്ന് ഗവൺമെന്റിനെ ഇതേ കേസിൽ ഡിഫെൻഡ് ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം ഫസ്റ്റ് എന്തായാലും നോക്കും. അത് നോക്കാൻ പ്രാപ്തരായിട്ടുള്ള AG ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഇനി അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആരും നോക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി നോക്കും. കോടതി നോക്കാതിരിക്കുന്ന ഒരു സംവിധാനം വരുന്നില്ല. നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി യു ലോസ് സംതിങ്. നമുക്ക് മോറലി ഒന്നും പ്രത്യേകമായിട്ട് പറയാനില്ലാത്തപ്പോ യു ആർ ടാർഗറ്റിംഗ് എ പേഴ്സൺ. ആ പേഴ്സന്റെ ക്രെഡൻഷ്യൽസ് പോലും നോക്കാതെയാണ് അദ്ദേഹത്തിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യണത്. അതായത് ഐ ഡോ നോട്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു കേസും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, എത്രയോ കേസസിൽ ഇൻക്ലൂഡിങ് ദാമോദരൻ സാർ ഉണ്ടായിരുന്നപ്പോൾ പോലും നമുക്കറിയാം എത്രയോ കേസുകളിൽ MK ദാമോദരൻ സാർ AG ആയിരുന്നപ്പോൾ AG ആയതിനു ശേഷം സബ്സിക്വന്റ്ലി വന്നിട്ട് ഡിഫെൻഡ് ചെയ്തു. എത്രയോ പേരെ ഡിഫെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് അദ്ദേഹം CM-ന്റെ വക്കീലായിട്ടൊക്കെ വന്നില്ല. ഇതെല്ലാം ഇവിടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിലൊന്നും ലോയേഴ്സ് ഹാസ് എ ഡിഫറെന്റ് എത്തിക്സ് ഓൾ ടുഗെദർ. അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ല. പിന്നെ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് വെരി ഫ്രൂട്ട്ഫുൾ. അതൊരു നല്ല രീതിയിലല്ല, അതൊരു പോസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അരുൺ അൺഫോർച്ചുനേറ്റ്ലി പാർട്ടിയുടെ CPIM-ന്റെ വക്താവായി പോയി എന്നുള്ളത് കൊണ്ടിട്ടാണ്. വക്കീൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അരുൺ അത് പറയാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, അടുത്ത ഘട്ടത്തിൽ കാര്യത്തിൽ വിശദീകരിക്കട്ടെ. ഞാൻ ശ്രീ TK രാജഗോപാലിലേക്ക് വരാം, ഇടവേളയ്ക്ക്. ശ്രീ TK രാജഗോപാൽ, ഈ നിയമനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു
ഔചിത്യക്കുറവ് നിയമനത്തിലുണ്ട് എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അഭിഭാഷകർ തന്നെ അത് വിശദീകരിക്കുമ്പോൾ ചില വ്യക്തത അതിൽ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സ്മൃതി, എനിക്ക് ഈ അഡ്വക്കേറ്റ് KB പ്രദീപിനെ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഒരു കുറച്ച് കാലമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്നുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ്. അത് ചെന്നൈ ആമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു സ്ഥാപനം ഉണ്ടെന്നും അവർക്ക് ഗോൾഡ് പ്ലേറ്റിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങളുണ്ടെന്നും അതിൻ്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി എന്നൊരാളാണെന്നുള്ളതൊക്കെ നമ്മളോട് വിശദീകരിച്ച് തന്നത് ഈ അഡ്വക്കേറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ എൻ്റെ കക്ഷി, ഞങ്ങളുടെ കക്ഷി എന്നൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. എനിക്കറിഞ്ഞുകൂടെ അദ്ദേഹം മിടുക്കനായിരിക്കും, വളരെ മിടുക്കനായ ലോയറാണ്. അദ്ദേഹത്തെ പരിചയമുള്ള നമ്മുടെ സഹപാനലിസ്റ്റുകളും അഡ്വക്കേറ്റ്സ്മാരൊക്കെ പറയുന്നത് കേട്ടില്ല, ഞാനും അത് അംഗീകരിക്കുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മളൊക്കെ കേരളം അദ്ദേഹത്തെ പരിചിതരായത് ഒരുപക്ഷെ കോടതിയിൽ പോകുന്ന വക്കീലന്മാർക്ക് അറിയാമായിരിക്കും. പക്ഷെ നമുക്ക് പരിചയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് വിശദീകരിക്കാൻ വന്ന സമയത്താണ്. ഈ കേസിലെ ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ 9ാം പ്രതിസ്ഥാനത്താണ് പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷൻസും. എല്ലാവർക്കും അറിയാമല്ലോ, 9ാം പ്രതിസ്ഥാനത്തുള്ളതാണ്. ആ കേസിൻ്റെ തീർന്നിട്ടില്ല, ആ കേസ് വരികയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നേരിട്ട് നിരീക്ഷിക്കുകയാണ്. ശരിയാണ്, കേസിൻ്റെ ട്രയൽ കോടതിയാണ് കൊല്ലം വിജിലൻസ് കോടതി എന്ന് പറയുന്നത്. ഹൈക്കോടതി നേരിട്ടാണ് കേസ് നോക്കുന്നത്, അങ്ങനെ മോണിറ്റർ ചെയ്യുകയാണ്. പക്ഷേ ഈ പ്രദീപ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം പ്രഗത്ഭനായ വക്കീലാണ്, ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അദ്ദേഹം അന്നൊന്ന് പറഞ്ഞത് എന്താണ്? ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പഴയ സ്വർണത്തിൽ സ്വർണം ക്ലാഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് പ്ലേറ്റ് ചെയ്യുന്നതിനോ ഉള്ള സാങ്കേതിക വൈദഗ്ധ്യം ഞങ്ങൾക്കെന്നൊക്കെയുള്ള വാക്കാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് പുതിയത് വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ, പുതിയ സ്വർണം കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു ഇതിൻ്റെ സാങ്കേതിക. ഞാനതിൻ്റെ ഈ സ്വർണം വിജയമല്യ പൊതിയുന്നത് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശരിക്കും ഇദ്ദേഹം അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോലും അത് മനസ്സിലാക്കിയത്, ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസ് പിന്നെ പ്രതിസ്ഥാനത്ത് വന്നില്ലേ? പ്രതിസ്ഥാനത്ത് വന്ന ശേഷം അവർക്കുണ്ടായ റോൾ എന്താണ്? ആദ്യം അവർ നിഷേധിച്ചു, സ്വർണം ഒരുക്കിയത് അവിടെ ആയിരുന്നില്ല എന്നൊക്കെയുള്ള നിഷേധ വാക്കുകൾ വന്നിരുന്നു. പിന്നീട് അതിനുശേഷം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം SIT അവിടെ ചെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ വ്യക്തമായ കാര്യമല്ല, പുതിയ സ്വർണത്തിൽ മാത്രമല്ല പഴയതിലും ചെയ്യാൻ അവർക്ക് വൈദഗ്ധ്യമുണ്ടെന്നുള്ളത് തെളിഞ്ഞതായിട്ടാണ് SITയുടെ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണ പറഞ്ഞല്ലേ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളികളിലെയും സ്വർണം അവിടെ തന്നെയാണ് ഒരുക്കിയെന്നല്ലേ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരുക്കിയ സ്വർണത്തിൽ അവർ പണിക്കൂലിയായിട്ട് കുറച്ച് സ്വർണം എടുത്തു. ബാക്കി സ്വർണം ബെല്ലാരി ഗോവർദ്ധന് വിറ്റു എന്നാണ് അവർ പറയുന്നത്. നോക്കുക, അതിനെ കണക്ഷൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട ഈ വക്കീൽ പറഞ്ഞ വാദങ്ങളൊന്നും അല്ല അവിടെ നിലനിന്നിരുന്നത്. കോടതി SITയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മൾ കണ്ടെത്തുന്നത്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞത് മിടുക്കനാണെന്ന് ഈ പാനലിസ്റ്റ്, നമ്മുടെ സഹപാനലിസ്റ്റ് പറയുന്നത് ശരിയാണ്. ഗോവർദ്ധൻ്റെ പങ്കജ് ഭണ്ഡാരിയുടെ ഒരു മൊഴിയായിട്ട് ഹൈക്കോടതി വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയായിട്ട് ഹൈക്കോടതി വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ബാക്കി സ്വർണം ഇതുവരെ മുഴുവൻ സ്വർണം കണ്ടെത്തിയിട്ടില്ല, തൊണ്ടി മുതൽ മുഴുവൻ കണ്ടെത്തിയിട്ടില്ല. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇവരുടെ ഒരു മൊഴിയായിട്ട് പങ്കജ് ഭണ്ഡാരിയുടേതാണെന്ന് തോന്നുന്നൊരു വാദം ഹൈക്കോടതി വന്നിട്ടുണ്ട്. അതിനകത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾ ശബരിമലയിലെ ബാക്കി സ്വർണം കേരളത്തിലെയും ഇന്ത്യയിലെയും, അതായത് ദക്ഷിണേന്ത്യയിലെയും പല ക്ഷേത്രങ്ങളുടെ കൊടിമരത്തിനും മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചതായിട്ട് ഒരു മൊഴി വരുന്നുണ്ട് അതിനകത്ത്. എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ഒരു വക്കീലായിട്ടല്ലേ ഒരു പക്ഷെങ്കിൽ അത്ര കൺസൾട്ടൻ്റ് എന്നോ എന്ത് വേണേൽ വിചാരിച്ചോളുക. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി വാദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് ആകെ ഇദ്ദേഹത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ സാങ്കേതികത്വം എനിക്ക് അറിഞ്ഞുകൂടാ, സാങ്കേതികത്വത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ മുമ്പിൽ കണ്ട കാഴ്ച ഇതാണ്. അല്ല, ഞാൻ അങ്ങനെ പറയുന്നത് അഡ്വക്കേറ്റ് മാരാർ, ഇപ്പോൾ ഇതിൽ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയല്ല ശ്രീരഞ്ജിത്ത് മാരാർ, പൊതുവിൽ സാധാരണ മനുഷ്യർക്ക്, സാധാരണ ആളുകൾക്ക് നോക്കൂ, സാധാരണ ആളുകൾക്ക് ഈ പ്രതികരണം, നേരത്തെ കണ്ട പ്രതികരണം മുന്നിലുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, പൊതുബോധം അതാണ്.
ആ പ്രതികരണം അന്നത്തെ അദ്ദേഹം ലോയർ ആയിട്ടിരിക്കുമ്പോഴുള്ള പ്രതികരണമാണ്. അതുകൊണ്ടിട്ട് വാട്ട് ആർ യു സേയിങ് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം, അത് അങ്ങനെയല്ലല്ലോ. അത് അറിയാവുന്ന സമയത്ത് അറിവുണ്ടാവേണ്ട കാര്യം ആവുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പറയുകയല്ലേ വേണ്ടത്. ഇദ്ദേഹം പറയുന്ന രീതി നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു. എന്റെ അച്ഛനെ എനിക്ക് വലിയ സ്നേഹമാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് അച്ഛനെ ചീത്ത പറയുന്ന ഒരു സീനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം അവലംബിക്കുന്നത്. അങ്ങനെയല്ല, അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ. ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്തിരുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പങ്കെടുത്ത ഈ ചർച്ചകളിൽ തന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പ്രദീപ് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പറഞ്ഞ വാദങ്ങൾ let us be very clear. Pradeep has never, unfortunately, Pradeep does not have the same ethical values as he considers it in a different high pedestal ആണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയണേ, മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്തപ്പോൾ he defended his clients contentions. അതാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അതാണ് അന്നത്തെ രീതിയിൽ പറഞ്ഞത്. ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മളെ പോലത്തെ ചെറിയ ചെറിയ കുട്ടി വക്കീലന്മാർക്കുള്ള, അത് വിടൂ. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എല്ലാ ചാനൽ ചർച്ചയിലും വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ യു ഡു നോട്ട് സേ ദാറ്റ്. വി ആർ ഡിസ്കസിങ് ഓൺ ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്തതിലുള്ള ഔചിത്യക്കുറവാണ് പറയുന്നത്. ആ ഔചിത്യക്കുറവ് പറയേണ്ടത് ഇന്നല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം വിശദീകരിക്കട്ടെ, അദ്ദേഹത്തിന് സമയമല്ല, അദ്ദേഹം പറയട്ടെ. അത് ശരിയാകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് അറിവില്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ. ശ്രീ ടി കെ രാജഗോപാൽ അങ്ങേക്ക് പറയാം. പിന്നെ ബഹുമാനപ്പെട്ട വക്കീൽ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുകയൊന്നുമല്ല. എനിക്ക് അദ്ദേഹത്തോടെ നിങ്ങളെല്ലാം പറഞ്ഞ് കേട്ടിട്ട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അദ്ദേഹം കരിയറിൽ വളരെ മിടുക്കനായ ആളാണ്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ അറിഞ്ഞ ശേഷം മാത്രമേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. നമ്മൾ പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. നമ്മളിതെല്ലാം നിരന്തരം കാണുകയും ചിലതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശബരിമല കേസ് സംബന്ധിച്ചുള്ള അതുമായിട്ട് ഞാൻ കുറച്ചൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ്, അതല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ മനഃപൂർവ്വം എഴുത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേസ് SIT നിയോഗിക്കാനുള്ള കാര്യം എന്തുകൊണ്ട് തന്നെയാണ്? ഈ കേസിനകത്ത് ആവശ്യമില്ലാത്തൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകരുത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഹൈക്കോടതി നേരിട്ട് തന്നെ കേസെടുത്ത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് എടുത്തത്. വിജിലൻസിൻ്റെ കേസ് വന്നിരുന്നു. വിജിലൻസിൻ്റെ കേസ് വന്ന ഹൈക്കോടതി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തത്. ഇതിനകത്തിൽ ഇനിയിപ്പോൾ മറ്റ് തരത്തിലുള്ള ഇടപെടലൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ കേസ് മോണിറ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ടീമിനെ അവിടെ പരിഗണിച്ചത്. എന്നിട്ട് അവരാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിൻ്റെ കുറ്റപത്രം വരുന്നത്, അതാണ് ഇതിൻ്റെ കുറ്റപത്രം വരാൻ പോവുകയാണ്. ഈ കേസിനെയും ജൂൺ 18 വീണ്ടും പരിഗണിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് അങ്ങനെയാണ്. സ്പെഷ്യൽ ഇതിൻ്റെ SITയുടെ SP ശശിധരൻ കഴിഞ്ഞ 3-4 ദിവസത്തേക്ക് മുമ്പ് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കേസിലെ അവസാന കുറ്റപത്രത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലുള്ള കുറ്റപത്രം വരികയാണ്. ആ കുറ്റപത്രത്തിനകത്തിൽ ഇതിൽ ഓരോ പ്രതികൾക്കും എന്തെല്ലാം പങ്കുകളുണ്ട്, അവരുടെയൊക്കെ റോൾ എന്താണെന്നുള്ളത് ഞാൻ 18-ന് തരുന്ന റിപ്പോർട്ടിൽ പരിഗണിക്കാമെന്നാണ് ശ്രീ ശശിധരൻ പറഞ്ഞിട്ടുള്ളത്. 18-ൽ ആ കുറ്റപത്രം വരട്ടെ. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ട കേസല്ലേ ഇത് അങ്ങനെയും ഉണ്ടല്ലോ. ഇത് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ട കേസാണ്. സർക്കാരിന് ഇതിനകത്ത് നിർണായകമായ റോളുണ്ട്. ആ റോൾ നമ്മൾ പരിഗണിക്കണ്ടേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്നസെൻ്റ് ആയിട്ടൊരു കാര്യങ്ങളെയൊന്നും നമ്മൾ പറഞ്ഞില്ലേ, ഗവൺമെൻറ് നിയമനങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഹൈക്കോടതി പോലും അക്കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിരുന്നു. കാരണം ഇതൊന്നും ഞാൻ നിസ്സാര കൊള്ളയല്ല, നേരത്തെ പരാമർശിച്ചതുപോലുള്ള കേസുകളൊന്നും അല്ലിത്. ഇത് ലക്ഷോപലക്ഷം വിശ്വാസികളെ ബാധിച്ച കേസാണത്. ഒരു സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉണ്ടായതാണ്. LDF സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉണ്ടായതാണ്. നമുക്കറിയാമല്ലോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മുടങ്ങുന്നതായി നമ്മൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴും ഹൈക്കോടതി പക്ഷേ എല്ലാ സമയവും അന്വേഷണ സംഘത്തിന് പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. അവർ ചെയ്യുന്ന നടപടികൾ അത് ആ രൂപത്തിൽ തന്നെ പോകട്ടെ എന്ന് തന്നെ പറയുകയായിരുന്നു. നമ്മൾ ചോദിച്ചോളൂ. ശ്രീ രാജു പി നായർക്ക് അങ്ങയോട് എന്തോ ചോദിക്കാനുണ്ട്. രാജഗോപാൽ, ഈ
ശ്രീ രാജഗോപാൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ദേവസ്വത്തിന്റെ ഇതുള്ളൊരു ഗവൺമെന്റ് പീഡർ എങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമെന്നാണ് അങ്ങ് കരുതുന്നതെന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അഭിഭാഷകനല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു അഭിഭാഷകനല്ല. ഞാനിത് പുറത്ത് നിന്ന് കണ്ടിട്ടുള്ളതും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രലേഖകനായിരുന്നു. ഞാൻ ഒരു 35 വർഷം അത്തരം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ശബരിമലയിൽ ഈ പറയുന്ന കൊള്ളയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഹൈക്കോടതി കെയർഫുൾ ആയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് എന്താണ് രാജു പി നായർ പറയുന്നത്? ഈ റിപ്പോർട്ട് എങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്? ഇത് മറ്റാരും കാണണ്ട, ഇത് മറ്റാരും കാണരുത്, SITയുടെ റിപ്പോർട്ട് നേരെ ദേവസ്വം ബെഞ്ചിലേക്ക് വരണമെന്നാണ് പറയുന്നത്, അല്ലേ? അത്ര സൂക്ഷ്മതയോടെയാണ് ദേവസ്വം ബെഞ്ച് ആ കേസ് കൈകാര്യം ചെയ്യുന്നത്. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണന്റെ കാലാവധി, വളരെ സത്യസന്ധനായ ഒരു ജഡ്ജിയാണ് അദ്ദേഹം. നമ്മൾ കേട്ടിടത്തോളം അദ്ദേഹത്തിന്റെ കാലാവധി ബി പ്രദീപിന് അതിനകത്ത് എന്ത് റോൾ എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, എനിക്കതിനെ കുറിച്ച് പറയാൻ അറിയില്ല. കാരണം അത് പിന്നെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞല്ലോ, അദ്ദേഹം അപ്പിയർ ചെയ്തതിന് ശേഷം സമയത്തെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അദ്ദേഹം കേസിൽ അപ്പിയർ ചെയ്ത ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് മുൻവിധിയൊന്നും എനിക്കില്ല. ഹാജരാക്കണമെന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? ഹാജരാകുന്നത് സ്മൃതി, അങ്ങനെ വരാം. അയാൾ എങ്ങനെയാ ഹാജരാകുന്നത്? ശരി, ഹാജരാകുന്നില്ലായിരിക്കാം. ശ്രീരാജു പി നായർ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ശ്രീരാജു പി നായർ അങ്ങയോടാണ് എന്റെ ചോദ്യം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം മന്ത്രി ഇന്ന് നടത്തിയ പ്രതികരണം ഒരു വ്യക്തതയില്ലാത്ത പ്രതികരണമായി പോയത്? ഇപ്പോൾ ഇത് ഈ പ്ലീഡർമാരുടെ നിയമനമെല്ലാം മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്. ശരി, അതായിക്കോട്ടെ, മുഖ്യമന്ത്രിയാണ്, അതിൽ മന്ത്രി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇടപെടാറില്ല, ക്യാബിനറ്റ് തീരുമാനമാണ്, അത്രയും ശരിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രതിഭാഗത്തിന്റെ വക്കീലായിരുന്നുകൊണ്ട് കുറച്ചുകൂടി പ്രതിഭാഗത്തിന്റെ തന്ത്രങ്ങൾ അത് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന്. അതൊക്കെ എന്ത് തരം വാദമാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അങ്ങിപ്പോൾ പറഞ്ഞ വിശദീകരണം, ഇതിപ്പോൾ ശ്രീ രഞ്ജിത്ത് മാരാർ പറഞ്ഞ പോലുള്ള വിശദീകരണം, ആ നിലയ്ക്ക് ഈ അഡ്വക്കേറ്റ് പ്രദീപുമായി ബന്ധപ്പെട്ട് അത്തരം ധാരണകൾ ദേവസ്വം മന്ത്രിക്ക് എന്തായാലും ഇല്ല. അദ്ദേഹത്തിന് ആ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്കുള്ള ക്ലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം വളരെ സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിച്ചവിടെ. ഞാൻ പറയുന്നത് ഒരു ഗൗരവത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ. അല്ല, അത് മനസ്സിലായി രഞ്ജിത്ത്, അത് മനസ്സിലായി. അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, പക്ഷെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ രഞ്ജിത്ത് മാരെല്ലാം ഇങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ടല്ലോ പറയാ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു അദ്ദേഹം ക്ഷേത്ര കാര്യങ്ങളിൽ വിദഗ്ധനായ അഭിഭാഷകനാണ്. ഇപ്പോൾ രാജു പി നായർ പറഞ്ഞതുപോലെ എത്ര ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ആയിട്ടുണ്ട് എന്ന കാര്യങ്ങളും ഹൈക്കോടതിയെ നിയമിച്ച കാര്യം അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹത്തിന് അത് അറിയില്ല. ഞാനൊരു കാര്യം കൂടി വരാം. ആരെങ്കിലും ഒരാൾ പറയും. അല്ല, രാജു പറഞ്ഞോട്ടെ. പറയൂ ശ്രീ രാജു പി നായർ. അല്ല, നോക്കൂ, ഈ ശ്രീ രാജഗോപാൽ ഇവിടെ പറയും. ശ്രീ രാജഗോപാൽ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ അഭിഭാഷകനല്ല, ഞാൻ അഭിഭാഷകൻ ഒരുപക്ഷെ അങ്ങയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനേക്കാൾ കുറവുള്ള ആളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അങ്ങേ പ്രീജഡ്ജ് ചെയ്യുന്നില്ല, അതിനേക്കാൾ കുറവുള്ള ഒരാളേക്കാം. പക്ഷെ നമ്മുടെ ഒരു സിമ്പിൾ ലോജിക്കൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, SIT ഫോം ചെയ്ത് അവിടെ എടുത്ത നടപടി മാത്രമാണ് ദേവസ്വം ബെഞ്ച് അത് മോണിറ്റർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ കേസ് നടത്തുന്ന മുഴുവൻ പോലീസാണ്. ട്രയൽ കോടതിയിൽ പോലീസും പ്രോസിക്യൂട്ടറുമാണ് ഹാജരാകുന്നത്. അതിനകത്ത് ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പീഡർക്ക് ഒരു റോളും ഇല്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരിക്കൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ രാമൻപിള്ള ദിലീപിന് വേണ്ടി ഹാജരായ വക്കീലായിരുന്നല്ലോ. രാമൻപിള്ള ദിലീപിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് അദ്ദേഹം മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുമോ അഡ്വക്കേറ്റ് രാമൻപിള്ള ബലാത്സംഖ്യയായിരുന്നു പറയുമോ? അല്ലെങ്കിൽ അതിനകത്ത് കൂട്ടുപ്രതിയായിരുന്നു പറയുമോ? എങ്ങനെ നിങ്ങളൊരു അഡ്വക്കേറ്റിന്റെ പ്രൊഫഷനെ നിങ്ങൾ കാണുന്നത്? എനിക്ക് ശ്രീ രാജഗോപാൽ പറയുന്നത് ഒരു പരിധിവരെ മനസ്സിലാക്കാം. അരുൺകുമാർ എന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ, നിങ്ങൾ അരുൺകുമാർ രാഷ്ട്രീയമൊക്കെ ശരിയാണ്, അങ്ങേക്ക് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രറ്റേണിറ്റിയെ തന്നെ ഒറ്റുകൊടുക്കുന്നതായി മാറും. നിങ്ങളുടെ ഫ്രറ്റേണിറ്റിയെ തന്നെ ഇത്തരത്തിലുള്ള പല ആൾക്കാർക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിന്റെ എത്തിക്സ് എന്താ?
അയാൾ എടുക്കുന്ന കേസിൽ ആ കക്ഷിക്ക് വേണ്ടിയിട്ട് ഹാജരാവുക, ആ കക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമ പാണ്ഡിത്യം ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യുക. ആ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കക്ഷി ചെയ്ത കുറ്റത്തിനെല്ലാം ആ അഡ്വക്കേറ്റ് ഭാഗമാണെന്നാണോ അരുൺകുമാർ പറയുന്നത്? നിങ്ങൾ എന്ത് ലോജിക്കാണ് ഈ നാടിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്? ഒരു വക്കീലായ അങ്ങ് അദ്ദേഹം ഒരു കേസിൽ പ്രസന്റ് ഹാജരായിട്ടുണ്ടെങ്കിൽ ആ കേസ് ഹൈക്കോടതിയിൽ തീർന്നു, ഹൈക്കോടതി ആ കേസ് ക്ലോസ് ചെയ്തു. അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളും ഇവിടെ തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ പലതരത്തിൽ ഹൈക്കോടതി വിശ്വസ്തയോട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോ ശ്രീ രാജഗോപാൽ എന്ന് പറയുന്നു അദ്ദേഹം മിടുക്കനായിരിക്കാം. അദ്ദേഹം മിടുക്കനാണെങ്കിൽ ആ മിടുക്കനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ഗവൺമെന്റ് ലക്ഷ്യം അതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പറയുന്നതിന് എന്തുണ്ടോ? ഇപ്പോഴും ഒക്കെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പത്മകുമാർ മുതൽ എൻ വാസു മുതൽ ഇങ്ങോട്ടേക്ക് 8ഓളം CPM നേതാക്കന്മാരാണ് ശബരിമല കൊള്ളക്കേസിൽ ജയിലിൽ കിടന്നത്. അവരെ ഒക്കത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് ആ പ്രതിക്ക് വേണ്ടി പണ്ടെങ്ങോ ഹാജരായ ഒരു വക്കീലിനെ കുറ്റവാളി സ്ഥാനത്ത് നിർത്താൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത്, 35ലേക്ക് എത്തിയത്. അപ്പൊ ജനങ്ങൾക്ക് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പോൾ അതിന്റെ ജാള്യത മറക്കാൻ വേണ്ടി, ഇതെങ്ങനെയെങ്കിലും ഒരു വിവാദമാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദ ഫാക്ടറിയിൽ നിന്നുള്ള ഉൽപ്പന്നം മാത്രമാണിത്. ശരി, അരുൺകുമാർ മറുപടി പറയും ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങേക്ക് മറുപടി നൽകാം. 2 രൂപത്തിലുള്ള മറുപടികൾ വന്നു കഴിഞ്ഞു. ഒന്ന്, ഈ പറഞ്ഞ SIT എടുത്ത കേസിൽ ഹാജരായിട്ടില്ല അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ എന്നുള്ള ഒരു കാര്യം പറയുന്നു. അതിൽ ആദ്യം അങ്ങ് പ്രതികരിക്കുക. അതിലധികം പ്രതികരിച്ച ശേഷം അടുത്ത ഘട്ടത്തിലേക്ക്. ശ്രീ രാജു പി നായർ അവസാനം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇപ്പം നടിയെ ആക്രമിച്ച കേസിൽ ശ്രീ B രാമൻപിള്ള ദിലീപിന് വേണ്ടി ഹാജരായി എന്ന് വെച്ച് ശ്രീ B രാമൻപിള്ള സാറ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമെന്ന ഇപ്പോഴും ശ്രീ രാജു പി നായർക്ക് ഇതിന്റെ യുക്തി മനസ്സിലായിട്ടില്ല. അതോ മനസ്സിലായിട്ട് അദ്ദേഹം മനസ്സിലായില്ലെന്ന് ശ്രമിക്കുക. ദിലീപിന് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് B രാമൻപിള്ള സാറ് ആ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂട്ടറായിട്ട് വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ഈ ചർച്ച ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ദിലീപിന് വേണ്ടി എന്റെ പ്രതിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വാദം നടത്തുന്ന, ശക്തമായിട്ട് ഇടപെടുന്ന ബഹുമാനപ്പെട്ട സീനിയർ അഭിഭാഷകൻ B രാമൻപിള്ള ആ കേസിൽ പ്രോസിക്യൂട്ടറായിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുമോ എന്നുള്ള ചോദ്യമാണ് ഇതിന് യോജിച്ചത്. ഇപ്പോഴും താങ്കൾ പറയുന്നത് അങ്ങനെ വരുന്ന അഭിഭാഷകനെ അങ്ങനെ വിളിക്കുമോ, ഇങ്ങനെ വിളിക്കുമോ, ഇങ്ങനെ വിശേഷിപ്പിക്കുമോ എന്നതാണ്. ഇവിടെ ശ്രീ പ്രദീപ് സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള സംശയവും ആരും ഉന്നയിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി, എക്സ്പീരിയൻസ് അതെല്ലാം 10-20 കൊല്ലമായി ഞാൻ ഹൈക്കോടതിയിൽ കാണുന്നയാളാണ്. ഇപ്പൊ ശ്രീ രഞ്ജിത്ത് മാരാർ സാറിനും അറിയാലോ, നമ്മൾ 10-20 കൊല്ലത്തിലധികമായി ഹൈക്കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ്. ഇതൊന്നും അല്ല പ്രശ്നം. ഞങ്ങളുടെ കമ്പനി പങ്കജ്, ഈ കൃത്യമായി പറഞ്ഞാൽ എന്റെ പ്രതി പങ്കജ് ഭണ്ഡാരി അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനം ഒരിക്കലും ക്ലാഡഡ് സ്വർണം അല്ലെങ്കിൽ പ്ലേറ്റിംഗ് ഇല്ല, അതില്ല, ഇതില്ല, പഴയ സ്വർണം ഏറ്റെടുക്കാറില്ല എന്നതടക്കം പറഞ്ഞ വാദം മുഴുവൻ പങ്കജ് ഭണ്ഡാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊന്നും ശരിയല്ല, അത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയും പങ്കജ് ഭണ്ഡാരി പ്രതിയാകുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അത് വിട്, അതൊക്കെ പോട്ടെ. ഇനി ദേവസ്വം ബോർഡിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, ഈ വിഷയത്തിലെല്ലാം ആധികാരികമായി സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി അഭിപ്രായം പറയാൻ, കോടതിയെ അസിസ്റ്റ് ചെയ്യാൻ, സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കാൻ, ഏത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കാൻ ഇതുവരെ പ്രതി ചെയ്തതാണ് ശരി, പ്രതി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്റെ പ്രതി ക്ലിയർ ആണെന്ന് പറഞ്ഞ അഭിഭാഷകൻ തന്നെ ഇപ്പുറത്ത് വരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും അത് ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ ചോദ്യം തന്നെയാണ്. ആ അഭിഭാഷകൻ തന്നെ തീരുമാനിക്കും. ഇപ്പൊ ചിലപ്പോൾ അദ്ദേഹം ഈ ദേവസ്വമാണ് അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഫോർ ഫോറസ്റ്റ്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഫോർ ടാക്സ്, ഫിനാൻസ് ആയിക്കോട്ടെ, ഈ അഭിഭാഷകൻ ഏതും ആയിക്കോട്ടെ, ഒരു പ്രശ്നം ആർക്കും ഒരു ആ യുക്തിയിൽ ആർക്കും ഒരു സംശയം വരില്ല. പക്ഷേ താൻ ഡിഫെൻഡ് ചെയ്ത പ്രതി, ആ പ്രതി ഇപ്പോഴും പ്രതിയായിട്ടിരിക്കെ, അതിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കെ, ഒരു മാസം പലതവണ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് പ്രതിഭാഗത്ത് നിന്ന് വാദിഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകൻ അത് വളരെ നല്ല രൂപത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അവരെ ആക്രമിക്കുകയാണ് ചെയ്തത്. ധാർമ്മിക വശം ചൂണ്ടിക്കാണിക്കുമ്പോഴും അങ്ങ് കരുതുന്നുണ്ടോ ഇപ്പോൾ ഹാജരായിട്ട് നേരത്തെ അദ്ദേഹം വക്കാലത്തെടുത്തിരുന്ന കേസിന്റെ വാദിക്ക് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ വക്കാലത്തെടുത്ത ആൾക്ക് വേണ്ടി വാദിക്കും ഇപ്പോൾ ഈ പ്രോസിക്യൂട്ടർ ആയ ശേഷവും എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ സാധാരണഗതിയിൽ അദ്ദേഹം ഹാജരാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാജരായ ഊഹിക്കേണ്ട കാര്യമില്ല. ഒറ്റ അല്ല, അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം,
എങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരി സോണിയാഗാന്ധിയെ കാണാൻ ഇപ്പൊ ഈ രാജു പി നായരൊക്കെ മരിച്ച് ശ്രമിച്ചാൽ പോലും കിണഞ്ഞ് ശ്രമിച്ചാൽ പോലും ചെന്നെത്താൻ കഴിയാത്ത നമ്പർ 10 ജനപദിൽ എത്തിയത്? അങ്ങനെ എത്തുമ്പോൾ 3 പ്രതികൾ കൂടെ ഉണ്ടായിരുന്നല്ലോ പോറ്റിക്കൊപ്പം. അതുപോലെ UDF-ന്റെ കൺവീനറും ഉണ്ട്, ആന്റോ ആന്റണി MP എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്പർ 10 ജനപദിൽ വരെ യഥേഷ്ടം കടന്നു ചെല്ലാൻ പങ്കജ് ഭണ്ഡാരിക്ക് കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഉള്ള വളരെ സമർത്ഥനായിട്ടുള്ള ഒരു പ്രതിയുടെ ഞാൻ പറയട്ടെ, അല്ലല്ല താങ്കളുടെ സ്ഥിരം ശൈലി ഇങ്ങോട്ട് വേണ്ട. അല്ല, താങ്കൾ കുറെ ഇങ്ങോട്ട് ചാരി അവിടെ ഇരുന്നാ മതി. താങ്കൾ പറഞ്ഞല്ലോ അഭിഭാഷകരുടെ ഫെറ്റേണിറ്റിയൊക്കെ എടുത്ത് താങ്കൾ കുറെ ഇങ്ങോട്ട് ചാരി. ഞാൻ മിണ്ടിയില്ല, ഒറ്റ മിനിറ്റല്ല. അല്ല, അതൊക്കെ അവിടെ ഇരിക്കെ, ജനം അംഗീകരിച്ചൊക്കെ അവിടെ ഇരിക്കെ. നിങ്ങൾ പറഞ്ഞല്ലോ KPCC പ്രസിഡന്റ് സ്വന്തം അളിയനെ കൊണ്ടുപോയി നിയമിച്ചപ്പോഴും ഇതേ രാജു പി നായർ വന്ന് ഇതേ വാദമല്ലേ പറഞ്ഞ്, ജനം ഞങ്ങൾക്ക് തന്നിരിക്കുക 102 സീറ്റ്, അതുകൊണ്ട് അളിയനെ ഹണിമൂണിന് കൊണ്ടുപോകും, ആരും ചോദിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ താങ്കള്. എന്നിട്ട് എന്ത് ചെയ്യാ, അളിയൻ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സ് ചെയ്ത് പോയത് എന്തിയെ? ഹണിമൂണും വേണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് പോയത് നമ്മൾ കണ്ടില്ലേ? അതാ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ന്യായീകരിച്ചോ? കുറെ കാര്യങ്ങൾ ഇപ്പൊ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെയാണ്. ഇവിടെ ആങ്കർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിനൊന്നും ഉത്തരം ഇപ്പൊ പറയേണ്ട സമയമല്ല. ഒറ്റ കാര്യമുണ്ട്, എന്തുകൊണ്ട് നമ്പർ 10 ജനപദിൽ വരെ ഭണ്ഡാരിക്ക് പോകാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞ അഭിഭാഷകനാണ്. കാരണം ആ അഭിഭാഷകന് കൃത്യമായിട്ട് സ്വന്തം പ്രതിയെ ഡിഫെൻഡ് ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് മന്ത്രിസഭ ഇത്തരത്തിലൊരു സോണിയാഗാന്ധിക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നടത്തിയിരുന്ന ആ പ്രചാരണത്തിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നാണോ? അപ്പൊ ഒളിഞ്ഞുപോയ വാദമല്ലേ, അത് വിട്ടൂടെ? അല്ല, ആര് പൊളിഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, കുറ്റപത്രം താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. കേസിന്റെ അന്വേഷണം നടക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ കുറ്റപത്രം കൃത്യമായി ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. താങ്കൾക്ക് സെലക്ടീവ് ലീക്കേജിലല്ല വിവരം. ഏത് വർഷത്തെ ആയാലും സെലക്ട് അല്ല താങ്കൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അത് ഇനി നിൽക്കുമെന്ന് ചോദിക്കാം. ഞാൻ അങ്ങയോട് നേരത്തെയും ചോദിച്ചു, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞാൽ അതിനാണോ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയാണോ ഉദ്ദേശിച്ചത്? അല്ല, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഡിവിഷൻ ബെഞ്ച് അല്ല ഈ രാജു പി നായരുടെ അഭ്യാസം കയ്യിലിരുന്നാ മതി. ഇതിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ല സമൻസ് കൊടുക്കുന്നത്. ഒരു ബേസിക് നോളജ് അതിൽ ഉണ്ടെങ്കിൽ അങ്ങ് പറയില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ നിങ്ങളെ കൂട്ട് ഇത്തരം നിലവാരമില്ലാതെ സംസാരിക്കില്ല രാജു പി നായരെ. ഇങ്ങനെ നിലവാരമില്ലാതെ സംസാരിക്കില്ലേ? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഓരോ 15 ദിവസത്തിനിടയിലും എല്ലാ ചർച്ചയിലും വന്ന് അലമ്പുണ്ടാക്കുന്ന സമൻസ് കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല, അന്വേഷണ ഏജൻസി കൊടുക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം വേണം. മോണിറ്ററിംഗ് നടത്തുന്ന ബുദ്ധിമുട്ട് വീട്ടിലുള്ള തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൻസ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം മനസ്സിലായി. ഒറ്റ കാര്യം ഈ രാജു പി നായർ ഈ എല്ലാ ചർച്ചയെ അലമ്പാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതാണ്. അദ്ദേഹം ഇത്രയും വിവരക്കേട് പറഞ്ഞപ്പോ ഞങ്ങൾ മിണ്ടിയില്ലല്ലോ, ഒരക്ഷരം മിണ്ടിയില്ല. പറയട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോ ബാക്കി എല്ലാവരും പറയുന്നു, മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. എത്ര മോശമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹം ഈ അലമ്പെന്നുള്ള തൊഴിലാക്കി മാറ്റിയിരിക്കുക. അതൊക്കെ വീട്ടിൽ കൊണ്ടേ വെച്ചാൽ മതി KPCC ഓഫീസിൽ. ഒറ്റ കാര്യം, പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ അഭിഭാഷകനെ പ്രതിഭാഗത്ത് നിൽക്കുന്ന പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ കൊണ്ടുവന്ന് ഇപ്പൊ ദേവസ്വത്തെ പ്രൊട്ടക്ട് ചെയ്യണം, ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ വാദത്തെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മുഖ്യമന്ത്രി VD സതീശന് തോന്നാനുണ്ടായിട്ടുള്ള കാരണം, നിയമവകുപ്പിന് ഉണ്ടായിട്ടുള്ള കാരണം അതെന്താണ് എന്ന് പുറത്തു വരും ദിവസങ്ങളിൽ. അന്ന് സ്മൃതി ശബരിമലയുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള ശ്രീ ജയകുമാറും വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ ശ്രദ്ധ എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ അറിയേണ്ടതാണ്. നിലവിൽ ഇതിനെ എങ്ങനെ കാണുന്നു? തിരിച്ചെത്താം. ഞാൻ ചോദ്യമുണ്ട്.
അരമിനിറ്റ് പറയൂ, പറയൂ. അരമിനിറ്റ്. ആ ഇതിൽ ഈ ശബരിമലയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ് ഇതൊന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് പീഡർമാരല്ല. അവർക്ക് ദേവസ്വം ബോർഡിന് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ട്. അതുകൊണ്ട് അതും ഇതും ക്ലബ് ചെയ്ത് സ്ഥലം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇങ്ങനെ പുതിയ വകുപ്പുണ്ടാക്കുന്നു, ഇതൊന്നും ക്ലബ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൃത്യമായി ഓരോ ദേവസ്വം ബോർഡിനുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഗവൺമെന്റ് പീഡറെ നിയോഗിക്കേണ്ടി വന്ന സാഹചര്യം. അതിന് പ്രതിയുടെ അഭിഭാഷകനെ തന്നെ വാദിയുടേതാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക്. ശ്രീ രാജു പി നായർ, ഇപ്പോൾ അഡ്വക്കേറ്റ് KB പ്രദീപ് കുമാറിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോകുമ്പോൾ അദ്ദേഹം ഒരു മോദി ആരാധകനാണ്. മോദിയുടെ ചിത്രങ്ങൾ, സംസ്ഥാന BJP അധ്യക്ഷന്റെ ചിത്രങ്ങളൊക്കെ നന്നായി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ആരോപണമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതൊന്നും എനിക്കറിയാം. ഞാനിവിടെ അരുൺകുമാർ എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. അരുൺകുമാറിന്റെ വാദങ്ങൾ വെച്ചാൽ എന്നെ ചാരണ്ട. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല. ഞാൻ പോയിട്ടുള്ള ആളാണ് 10 ആ വീട് എന്ന് പറയുന്നത് കാര്യമായ പ്രസക്തമായ കാര്യങ്ങൾക്ക് ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയട്ടെ, അത് മറ്റേ ഇവിടെ ആയിരുന്നല്ലോ, AK സെന്ററിലായിരുന്നല്ലോ ഇരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന എന്താ സണ്ണി ജോസഫിനെ അളിയനുമായിട്ട് നിയമിച്ചതിൽ ഞാൻ വന്ന് ന്യായീകരിച്ചു എന്നാണ്. എനിക്കതിനകത്ത് പാർട്ടിയുടെ നിലപാട് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ അത്ര ചർച്ചയിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. അതുകൊണ്ട് അരുൺകുമാറിന് വല്ലവരൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് വ്യക്തി ഇതിൽ കൊണ്ടുവരരുത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ചർച്ചയിൽ കയറി അലമ്പാക്കുന്നു, മറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ചർച്ചകളിലൊക്കെ നിങ്ങളുടെ ചർച്ചയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇടപെട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പിന്നെ ഇത് അംഗീകരിക്കില്ല. ഇപ്പം ഞാൻ വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ച് CPM ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് CPM ജയിപ്പിക്കാൻ പോകുന്നതായിരുന്നല്ലോ നിങ്ങളുടെ മുഴുവൻ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം. നിങ്ങൾ തോൽക്കാൻ, UDF തോൽക്കാൻ പോകുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം ഞാനായിരുന്നാണ്. ഇപ്പൊ എന്തായി 35-ലെത്തിയപ്പോ ആര് പറഞ്ഞായിപ്പോയി? ശരി, വയനാട് വാർഡിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സിദ്ദിഖ് പോലെ 45,000 വോട്ട് വെച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആരാലും ഉണ്ടാക്കണത്. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വസ്തുതാപരമായി ചർച്ച ചെയ്താണ് നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, SIT കേസ് എന്താ? SIT കേസ്, ഈ കേസിൽ അന്വേഷണം കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊല്ലം ഇതാണ്. ഞാൻ ചോദിക്കുന്നത്, ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു കേസിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അരുൺകുമാർ ഹൈക്കോടതിയെ കൂടി സംശയത്തിൽ നിർത്തുകയല്ലേ? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൂടി സംശയത്തിൽ നിർത്തുകയല്ലേ? ആ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾ കേട്ട അടി കുറച്ചെങ്ങാനാണോ ഈ പത്മകുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി, N വാസുവിനെ സംരക്ഷിക്കാൻ വേണ്ടി? സ്വർണ്ണക്കൊള്ള മുഴുവൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അമ്പലം വിഴുങ്ങി അമ്പലക്കൊള്ള നടത്തിയതിനു ശേഷം നാളെ ഇവരെല്ലാം ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നപ്പോ അകത്താവെന്ന് മനസ്സിലാവുമ്പോ അരുൺകുമാറും CPM അഡ്വാൻസ് കളിക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇവരെ ഒതുക്കാൻ നോക്കുന്നു എന്ന് പറയുന്ന അഡ്വാൻസ് ഉണ്ടാക്കുന്ന ഈ കാര്യം. അതല്ലാതെ ഒരു ലോജിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നും പറയട്ടെ, ഈ സ്വർണ്ണം ഇക്കാര്യത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്ത ശേഷമാണ്, വളരെ വേഗം തന്നെ ഒരു നടപടി എടുത്ത ശേഷമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയും. ഇതിപ്പോൾ എങ്ങനെ നിങ്ങൾ വിശദീകരിക്കുന്നേ? ഇപ്പോൾ ഇനി എടുക്കാൻ പോകുന്നേ ഉള്ളൂ, ജനങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. സ്മൃതി, ഞാൻ അതിന് നമ്മുടെ സാധാരണ നാട്ടിൽ ഉടക്കുന്ന പഴഞ്ചൊല്ലൊന്നും ഞാൻ പറയുന്നില്ല. നാട്ടിൽ സാധാരണ സ്ത്രീ പഴഞ്ചൊല്ലൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നും പത്മകുമാറിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്നും N വാസുവിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്നും ശങ്കർദാസിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്നും വിജയകുമാറിനെ സംരക്ഷിച്ചുകൊണ്ട്, ഇന്നും മുരാരി ബാബുവിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവർ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ ഇവരുടെ പേടി എന്താണെന്നറിയോ? ഇവരുടെ പേടി ഈ മുഴുവൻ CPM-കാരും അകത്ത് പോകും എന്ന് മാത്രമല്ല, ആ സ്വർണത്തിന്റെ ട്രാൻസാക്ഷൻ പിണറായി വിജയൻ അതെത്തുന്നതിന് മുമ്പ് അതിനു മുമ്പായിട്ട് ഇപ്പൊ അയ്യപ്പന്റെ
കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന്. അതൊക്കെ നിങ്ങൾ പിടിക്കണം. ഇതൊക്കെ കുറെ നാളായി കേൾക്കണം. ഇതൊക്കെ കുറെ നാളായി കേൾക്കണം. കുറെ നാളായി കേൾക്കണം. അതുകൊണ്ടാണല്ലോ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. KPCC പ്രസിഡന്റിന്റെ സഹോദരനെ തന്നെ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? ഇല്ല, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, കുറെ നാളായിട്ട് എല്ലാ പ്രതിഭാഷ അഭിഭാഷകരെ ഇതൊക്കെ കുറെ നിലവാരമില്ലാത്ത ആളുകൾ അത് പറയും. താങ്കളെ കുറിച്ച് നിലവാരമില്ലാത്തവർക്ക് അത് മാത്രമേ പറയാൻ കഴിയൂ. അത് താങ്കളെ കുറിച്ച് നിലവാരം പറയാൻ പറ്റൂ. നിങ്ങൾക്ക് വ്യക്തിപരമായ പിണറായി വിജയനും പത്മകുമാറിന്റെയും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്നതാണ്. അതൊക്കെ അറിയാം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ നീക്കം എന്താണ്, ഈ നീക്കം എന്താണെന്ന് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. അത് തന്നെയാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. അഭിഭാഷകർ വരട്ടെ, പ്രോസിക്യൂട്ടർ ആവട്ടെ, എല്ലാവരെയും ആക്കിക്കോ, നിങ്ങൾ എല്ലാവരെയും ആക്കിക്കോ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇത് കൃത്യമായി അതെ അത് തന്നെയാ KPCC പ്രസിഡന്റും പറഞ്ഞത്. ഞാൻ എന്റെ ബന്ധുവിനല്ലേ നിയമിക്കാൻ പറ്റൂ, ഞാൻ അത് മാത്രമല്ലേ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇതേ KPCC പ്രസിഡന്റാ 3-ാം ദിവസം രാജി കൊടുക്കേണ്ടി വന്നു. നമുക്ക് കാണാം, സാഹചര്യം കാണാം. ശരി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, അങ്ങ് നേരത്തെ പറയാനിരുന്നത് എന്താണെന്ന് വെച്ചാൽ പറയാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങ് പറയുന്ന കേൾക്കുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല. പറഞ്ഞോളൂ. കേൾക്കുന്നില്ല. പോട്ടെ, സമയം കഴിഞ്ഞു. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ശ്രീ TK രാജഗോപാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി കാണാം ഇത് എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.